ആർ വി ബാബു, ഹൈന്ദവ സംഘടനകൾ ചോദിക്കുന്ന ഒരു കാര്യം, എന്തിനാണ് ഈ ദേവസ്വം ബോർഡ് എന്ന്. അതേ ചോദ്യം തന്നെ ഇന്ന് ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുകയാണ്. എന്തിനാണ് ദേവസ്വം ബോർഡ്, എന്ത് ചുമതലയാണ് ദേവസ്വം ബോർഡ് നിറവേറ്റുന്നതെന്ന ചോദ്യം ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുന്നു. ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് ഹൈക്കോടതി ഉയർത്തിയിട്ടുള്ള വിമർശനം വർഷങ്ങൾക്ക് മുൻപ് ഇവിടുത്തെ കേരളത്തിലെ ഹൈന്ദവ സംഘടനകൾ ഉയർത്തിയ വിമർശനങ്ങളാണ്. ദേവസ്വം ബോർഡ് വെറും നോക്കുകുത്തിയാണ്. പലപ്പോഴും ദേവസ്വം ബോർഡ് ഒരു വെള്ളാനയെ പോലെ പ്രവർത്തിക്കുന്ന സംവിധാനമാണ്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അവരുടെ ലാവണങ്ങളായിട്ട് ഉപയോഗിക്കാൻ മാത്രമാണ് ദേവസ്വം ബോർഡിന്റെ സംവിധാനം നിലനിൽക്കുന്നത് എന്ന കാര്യം അത് വർഷങ്ങളായിട്ട് ഹൈന്ദവ സംഘടനകൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോ ആ കാര്യം തന്നെ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് ഹൈക്കോടതി പറഞ്ഞു എന്ന് പറയുമ്പോൾ ഇപ്പോഴാണ് ഹൈക്കോടതിക്ക് അതിനെ സംബന്ധിച്ച് ബോധ്യം വന്നത് എന്നാണോ മനസ്സിലാക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഹൈക്കോടതി ആ നിലയ്ക്ക് ഒരു അഭിപ്രായം പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ്, യാതൊരു സംശയമില്ല. ദേവസ്വം ബോർഡ് ഒരു വെള്ളാനയെ പോലെ ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കുന്ന, ക്ഷേത്രങ്ങളുടെ സ്വത്തുക്കൾ നഷ്ടപ്പെടുത്തുന്ന, അന്യാധീനപ്പെടുത്തുന്ന ഒരു സംവിധാനമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് എത്രയോ കാലമായി. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അവരുടെ പൊളിറ്റിക്കൽ നോമിനികളെ, പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റുകൾ നടത്താൻ വേണ്ടിയിട്ട് ദേവസ്വം ജീവനക്കാരായിട്ട് വരുന്നവരൊക്കെ ആരായിരുന്നു മുൻപ്? ഈ അടുത്ത കാലത്തല്ലേ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് വന്നത്. അപ്പോൾ CPM ഭരിക്കുമ്പോൾ CPMകാരായിട്ടുള്ള ആൾക്കാർ, കോൺഗ്രസ് ഭരിക്കുമ്പോൾ കോൺഗ്രസ്സുകാരായിട്ടുള്ള ആൾക്കാരെയൊക്കെ ദേവസ്വം ജീവനക്കാരായിട്ട്, ക്ഷേത്രത്തിൽ പോകാത്തവരെ, ക്ഷേത്രം കണ്ടാൽ മുഖം തിരിച്ചു നിൽക്കുന്നവരെയൊക്കെ ക്ഷേത്ര ജീവനക്കാരായിട്ട് അപ്പോയിന്റ് ചെയ്ത് അങ്ങനെ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കപ്പെടുകയും നശിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അപ്പൊ ഇപ്പോ ഹൈക്കോടതിക്ക് അങ്ങനെ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹൈക്കോടതി ചെയ്യേണ്ടത് ഈ സംവിധാനം പരിഷ്കരിക്കാൻ തക്ക രീതിയിലുള്ള ഗൗരവമായ സ്റ്റെപ്പ് എടുക്കലാണ്. ഈ ദേവസ്വം ബോർഡ് ഭക്തജനങ്ങൾക്ക് ഭരിക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം. ഇപ്പൊ നിലവിലുള്ള സംവിധാനം ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജികൾ വന്ന സമയത്ത് ഹൈക്കോടതി എടുത്ത നിലപാടെന്തായിരുന്നു? അപ്പോൾ ഹൈക്കോടതിക്ക് തന്നെ ഇത്തരം കാര്യങ്ങളിൽ കുറെ കൂടി ഗൗരവമായിട്ട് ഇടപെടാൻ കഴിയും. ഹിന്ദു ക്ഷേത്രങ്ങളെ രക്ഷിക്കാനായിട്ട് സർക്കാർ തയ്യാറല്ലെങ്കിൽ ആ ബാധ്യത, ചുമതല കേരള ഹൈക്കോടതി ഏറ്റെടുത്ത് നടപ്പാക്കണം എന്നാണ് ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. വളരെയധികം നന്ദി ശ്രീ ആർ വി ബാബു ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.